Hi everyone, welcome back to my channel. Hope you all are doing great. ഈ ഒരു വീഡിയോയിൽ റമദാൻ 6-ന് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഫ്രം ളുഹർ ടു ഇഫ്താർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഹോപ്പ് യു എൻജോയ്. ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. റമദാൻ ഡേ 1 വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ബിക്കോസ് റമദാൻ്റെ പ്രിപ്പറേഷനും ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഹറിബറിയിലൊക്കെ ആയിരുന്നു. പിന്നെ ടോഡ്ലേഴ്സുള്ള മോംസിന് അറിയാമല്ലോ, അവരുടെ ബാക്കിൽ തന്നെ ആയിരിക്കും നമ്മളെപ്പോഴും. സുഹൂറിന് നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം ഞങ്ങൾ ഉറങ്ങും. ഒരു 9:30 ആകുമ്പോഴാണ് പിന്നെ എണീക്കാറ്. പിന്നെ മോൾക്ക് ഫുഡ് കൊടുക്കലും ക്ലീനിങ്ങും അതൊക്കെ കഴിയുമ്പോഴേക്കും ളുഹർ ആയിട്ടുണ്ടാവും. ളുഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇഫ്താറിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഇഫ്താറിന് മെയിൻ കോഴ്സായിട്ട് നൈസ് പത്തിരിയും ബീഫ് ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അത്യാവശ്യം നല്ല ടൈം വേണം. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ 2-3 ഡേയ്സിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഉണ്ടാക്കി വെക്കാറ് പത്തിരി. അത് നല്ലൊരു ഓപ്ഷനും കൂടിയാണ്. അപ്പോൾ ഇത് 1 വീക്ക് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്രീസർ ഫ്രണ്ട്ലി ആണ് ഇതൊക്കെ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, നമുക്ക് ടൈം സേവ് ചെയ്യാൻ കൂടി പറ്റും. നെക്സ്റ്റ് ഞാൻ സ്നാക്സിന് ഇന്ന് ചട്ടിപ്പത്തിരിയുടെ വേറൊരു വേർഷനാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ അതിനുള്ള ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്യണം. കുറച്ച് ചില്ലി പൗഡർ, ടേമറിക് പൗഡർ, പിന്നെ ചിക്കൻ 65 മസാല. സാൾട്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല ബിക്കോസ് ഇത് ടെൻഡർ ചിക്കൻ ആയതുകൊണ്ട് സാൾട്ട് അതിലുണ്ടാവും. അപ്പം ഇത് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിത് എയർ ഫ്രയറിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അതാകുമ്പോൾ ഓയിലൊന്നും വേണ്ടല്ലോ, നല്ല ഹെൽത്തി സ്നാക്സ് ആയിരിക്കും. ഈ നോമ്പ് കുറച്ചുകൂടെ ഹെൽത്തി ആക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ കുറേ ഓയിലി ഫുഡ്സൊന്നും ഉണ്ടാക്കാറില്ല. എയർ ഫ്രയർ മേടിച്ചതിൻ്റെ മെയിൻ ഇത് ഓയിൽ ഫുഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതൊരു ഫുഡും ഹെൽത്തി ആയി കഴിക്കണോ അൺഹെൽത്തി ആയി കഴിക്കണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് നമ്മളാണ്. അപ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. ഞാൻ ഈ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ, എൻ്റെ ഉമ്മച്ചിയൊക്കെ എത്ര പെട്ടെന്നാണ് പത്തിരി ഉണ്ടാക്കാനും. നാട്ടിലായിരുന്നപ്പോൾ ഇതൊന്നും അറിയേണ്ടിയിരുന്നില്ലല്ലോ. ഇപ്പം എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമ്മൾ തന്നെ ചെയ്യണം, ഇതും പഠിക്കണം. നോമ്പിൻ്റെ അധിക ദിവസം നമ്മളവിടെയൊക്കെ പത്തിരിയാണല്ലോ കൂടുതലുണ്ടാവുക. പക്ഷേ എനിക്കിത് അത്ര എളുപ്പമല്ല കേട്ടോ, അതാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രസ്സിൽ പരത്തിയിട്ട് സ്റ്റോർ ചെയ്യും. പിന്നെ ഇത് എടുക്കുന്ന സമയത്ത് പൊടിയിട്ട് നൈസായി പരത്തിയിട്ട് ചുട്ടെടുക്കും. പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അസറിൻ്റെ ടൈമായി. പിന്നെ ബാക്കി നിസ്കാരത്തിന് ശേഷമാണ് ഞാൻ സ്നാക്സ് പ്രിപ്പയർ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ അതിലേക്കുള്ള മസാല നമ്മൾ സമൂസയൊക്കെ ആക്കുന്ന പോലെ തന്നെ അതെല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ആ റെസിപ്പി ഞാൻ പറയുന്നില്ല. റമദാൻ്റെ 2 ദിവസം മുന്നേ തന്നെ ഞാൻ ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിരുന്നു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗ്രേപ്പിൻ്റെ സ്ക്വാഷ്, പിന്നെ ഒരു 2-3 സ്നാക്സ് ഐറ്റംസ് ഫ്രോസൺ ചെയ്ത് വെച്ചു. അപ്പോൾ അതൊക്കെ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം റമദാനിൽ സേവ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ടൈമില്ല എന്ന് ഒരുപാട് പേര് പറയുന്നൊരു കംപ്ലൈൻറ്റാണ്. അപ്പോൾ അവർ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറേയൊക്കെ ബെറ്റർ ആയിരിക്കും റമദാൻ.
ഇനി സ്നാക്സിന് ഒരു 2-3 എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും സാൾട്ടും ഇട്ട് കൊടുക്കും. ഇനി സമൂസ ഷീറ്റിൽ ഈ എഗ്ഗിൻ്റെ മിക്സ് ഇല്ലേ, അതിൽ സമൂസ ഷീറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഏത് പാത്രത്തിലാണ് നമ്മൾ വെക്കുന്നത് അതിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലെ ചിക്കൻ്റെ ഫില്ലിങ്ങും അതിൻ്റെ മേലായിട്ട് കുറച്ച് ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ഒരു 4 to 5 ലെയറെങ്കിലും വേണം. അപ്പോഴാണ് ആ സ്നാക്സിൻ്റെ ഒരു തിക്നെസ് നമുക്ക് കിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് ചട്ടിപ്പത്തിരിക്ക് നമ്മൾ ചപ്പാത്തി ദോശ പോലെയാണല്ലോ ചുട്ടിട്ടെടുക്കുക. അപ്പോൾ അതിനേക്കാളും ടേസ്റ്റ് ഷീറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. കുറച്ചുകൂടെ ക്രിസ്പി ടെക്സ്ചറായിരിക്കും നമുക്ക് കിട്ടുക ബേക്ക് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. സ്ട്രോബെറി ജ്യൂസ് അടിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് പെട്ടെന്ന് നാശമായി പോകും. പുറത്ത് വെച്ചാലും ഫ്രിഡ്ജിൽ വെച്ചാലും എങ്ങനെ ആയാലും ഇത് പെട്ടെന്ന് ഒരു ഫംഗസ് പോലെ വന്നിട്ട് പെട്ടെന്ന് നാശമായി പോകും. അപ്പോൾ അത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് അടിച്ച്, അപ്പോൾ അതിലേക്കൊരു ബനാന, കുറച്ച് മിൽക്ക് മെയ്ഡ്, കുറച്ച് പാല്, ഞാൻ പിന്നെ ഷുഗർ ഇട്ടിട്ടില്ല. മറ്റേ മിൽക്ക് മെയ്ഡിൻ്റെ സ്വീറ്റ്നെസ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് കേടുകൂടാതെ സ്റ്റോർ ചെയ്യാൻ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണി ആവാനായി. അപ്പോൾ ഇനി പത്തിരിക്കുള്ള കറിയും കൂടി ഉണ്ടാക്കാനുള്ളൂ. ഓൾറെഡി വേവിച്ച് വെച്ച ബീഫ് ഇതേപോലെ കറിയാക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ മെയിൻ കോഴ്സ് ഐറ്റംസൊക്കെ റെഡിയായി. ഇത് നമ്മൾ കഴിക്കുക തറാവി ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുക. ഇതായിരുന്നു റമദാൻ 6-ലെ എൻ്റെ ഒരു ഹാഫ് ഡേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഒരു വ്ളോഗ് എൻഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഇബാദത്തുകളും ദിക്റും ദുആ ഒക്കെ അധികരിപ്പിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.